അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയരെ, പരിശുദ്ധ ഖുർആനിൽ ഏറെ പ്രാധാന്യം നിറഞ്ഞ, ഏറെ പവിത്രതകളുള്ള ഒരു സൂറത്തിനെ കുറിച്ചാണ് നാം ഇന്ന് സംസാരിക്കുന്നത്. ഒരിക്കൽ പതിവ് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് മുശ്രിക്കീങ്ങൾ വരുന്നു. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വഹയുമായി വന്നിരുന്ന ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം 2 ദിവസത്തേക്ക് വന്നിട്ടില്ല എന്ന് വിവരം അറിഞ്ഞുകൊണ്ടാണ് അവർ വരുന്നത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്ക മുശ്രിക്കീങ്ങൾ പരിഹസിക്കുന്നു. വദ്ദഅഹു റബ്ബുഹു വഖലാഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റബ്ബ് അള്ളാഹു നബിയെ ഉപേക്ഷിച്ചിരിക്കുന്നു, നബിയോട് ദേഷ്യപ്പെട്ട് അള്ളാഹ് പോയിരിക്കുന്നു. ആ വിഷയത്തിൽ പല റിവായത്തുകൾ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ ഒന്ന്, അബൂലഹബിന്റെ ഭാര്യ ഉമ്മു ജമീല എന്ന സ്ത്രീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് വന്നുകൊണ്ട് ആദരവായി നബിയോട് പറയുന്നു, മാ അറാ ശൈത്താനക ഇല്ലാ ഖദ് തറകക്. അങ്ങക്ക് വന്നിരുന്ന ഈ ശൈത്താനിൽ നിന്നുള്ള ദുർബോധനങ്ങൾ, വഹയിനെ ആ സ്ത്രീ അങ്ങനെയാണ് പറയുന്നത്, ദുർബോധനങ്ങൾ അങ്ങേ ഉപേക്ഷിച്ചു പോയതായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. അതുകൊണ്ട് ഇത്രയും കാലം അങ്ങ് നീ പറഞ്ഞിരുന്നത് തെറ്റാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന സ്ത്രീ പറയുന്നു. ഇത് കേട്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മനസ്സിൽ വളരെയധികം ദുഃഖം വരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വളരെയധികം പ്രയാസവും മനപ്രയാസവും നിറഞ്ഞിരിക്കുന്ന ഒരു 2-3 ദിവസം, അങ്ങനെ 2-3 ദിവസം കഴിച്ചുകൂട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ പ്രയാസത്തിലിരിക്കുന്ന സമയത്താണ് പരിശുദ്ധ ഖുർആനിലെ 93-ാമത്തെ സൂറത്ത്, 11 ആയത്തുകൾ നിറഞ്ഞ മക്കിയായ ആ സൂറത്ത് വരുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ സമാശ്വാസത്തിന്റെ വാക്കുമായിട്ടായിരുന്നു ളുഹാ സൂറത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലിലേക്ക് ഇറക്കി കൊടുത്തത്. അങ്ങനെ ളുഹാ സൂറത്ത് ഇറങ്ങുന്നു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വള്ളുഹാ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ വലൽ ആഖിറതു ഖൈറുൻ ലക മിനൽ ഊലാ വലസൗഫ യുഅ്തീക റബ്ബുക ഫതർളാ അലം യജിദ്ക യതീമൻ ഫആവാ ووجدك ضالا فهدى ووجدك عائلا فأغنى فأما اليتيم فلا تقهر وأما السائل فلا تنهر وأما بنعمة ربك فحدث. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വള്ളുഹ, ളുഹാ സമയം തന്നെയാണ് സത്യം. ളുഹാ സമയം കൊണ്ട് സത്യം ചെയ്യാനുള്ള കാരണം, ളുഹാ സമയം എന്ന് പറഞ്ഞാൽ സൂര്യൻ ഉദിച്ച് ഒരു കുന്തത്തിന്റെ അത്ര സൂര്യൻ ഉയർന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന സമയത്തിനാണ് ളുഹ എന്ന് പറയുന്നത്. വളരെയധികം പവിത്രത നിറഞ്ഞ ഒരു സമയമാണ് ളുഹാ സമയം. ഹദീസുകളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും, ആരെങ്കിലും സുബഹി നിസ്കരിച്ച് ളുഹാ സമയം വരെ ദിക്റിലായി മുഴുകിക്കൊണ്ട് ളുഹാ നിസ്കരിച്ച് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, അവന്റെ ആവശ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ, മഖബൂലും മബ്റൂറുമായ ഒരു ഉംറ നിർവഹിച്ചവനെ പോലെ എല്ലാ ചോദ്യങ്ങൾക്കും അവന്റെ ദുആഇന് നിർബന്ധമായും അള്ളാഹു ഉത്തരം നൽകുമെന്ന് നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കും. അത്രയും പവിത്രത നിറഞ്ഞ ഒരു സമയമാണ് ളുഹാ സമയം. അങ്ങനെ ളുഹാ സമയം കൊണ്ട് അള്ളാഹു സത്യം ചെയ്യുന്നു. ശേഷം വല്ലൈലി ഇദാ സജാ, ഇരുൾ മുറ്റിയ രാത്രി തന്നെയാണ് സത്യം. ഒരുപാട് തഹജ്ജുദ് നിസ്കരിക്കുന്ന, അള്ളാഹുവിനോട് മനം നൊന്ന് പ്രാർത്ഥിക്കുന്ന മുത്തഖീങ്ങളുടെ, സൂഫിയാക്കളുടെ, സുമനസ്സുകളുടെ, ഒരുപാട് അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുന്ന തായിബീങ്ങൾ കരഞ്ഞു പ്രാർത്ഥിക്കുന്ന സമയം വല്ലൈലി ഇദാ സജാ, ആ ഇരുൾ മുറ്റിയ രാത്രി തന്നെയാണ് സത്യം ഹബീബേ. എന്നിട്ട് ശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ആ സമാശ്വാസത്തിന്റെ വാക്ക് അള്ളാഹു പറയുന്നു, മാ വദ്ദഅക റബ്ബുക വമാ ഖലാ. മുശ്രിക്കീങ്ങൾ പലതും പറയും, മാ വദ്ദഅക റബ്ബുക്, അങ്ങയെ ഒരിക്കലും അങ്ങയുടെ റബ്ബ് ഉപേക്ഷിച്ചിട്ടില്ല, വമാ ഖലാ, അങ്ങയോട് ദേഷ്യപ്പെട്ടിട്ടുമില്ല. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, അങ്ങയോട് ഒരിക്കലും ദേഷ്യപ്പെടുകയോ അങ്ങയെ ഉപേക്ഷിച്ച് റബ്ബ് പോവുകയോ ചെയ്തിട്ടില്ല. എപ്പോഴും അങ്ങയുടെ കൂടെ ഖൈറുമായിട്ട് അങ്ങയുടെ കൂടെ ഉണ്ടാകുന്നവനാണ് അങ്ങയുടെ റബ്ബ്. ഈ 3 ദിവസം വഹി പിന്തിയതിൽ അള്ളാഹുവിനൊരു ഹിക്മത്ത് ഉണ്ടാകും. പക്ഷെ അതിനുശേഷം വന്ന ളുഹാ സൂറത്തിന് അതിലേറെ പവിത്രതകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. ഇതിനുശേഷമുള്ള ആയത്തിൽ പറയുന്നു, ദുന്യാവിലെ ജീവിതം എന്നത് ളുഹാ ലൈല് പോലെ, രാവു പകല് പോലെ, ഇരുട്ട് പ്രകാശം പോലെ, ദുഃഖവും വ്യസനങ്ങളും കൂടിക്കലർന്ന ഒരു ജീവിതമായിരിക്കും ദുന്യാവിൽ അങ്ങേക്ക്. പക്ഷേ ഇതൊന്നുമില്ലാത്ത, ഒരിക്കലും മടുക്കാത്ത സുഖം മാത്രമുള്ള ആഖിറമായിരിക്കും അങ്ങേക്ക് ശേഷം
അള്ളാഹു നൽകാൻ പോകുന്നത്. ഒരുപാട് നിഅമത്തുകളായിരിക്കും അള്ളാഹു അങ്ങേക്ക് നൽകാൻ പോകുന്നത്. അതാണ് ഈ ദുന്യാവിലെ ജീവിതത്തേക്കാൾ അങ്ങേക്ക് ഏറ്റവും ഖൈറായത് എന്നാണ് ശേഷം പറയുന്നത്. വലൽ ആഖിറത്തു ഖൈറുൽ ലക മിനൽ ഊല. വലൽ ആഖിറത്തു, റസൂലെ, ആഖിറം തന്നെയാണ്, തീർച്ചയായും ആഖിറം തന്നെയാണ്, ഖൈറുൽ ലക മിനൽ ഊല, ഈ ദുന്യാവിനേക്കാൾ അങ്ങേക്ക് ഏറ്റവും ഖൈറായത് ആഖിറം തന്നെയാണ്. അതുകൊണ്ട് ആഖിറത്തിന് വേണ്ടിയുള്ള ക്ഷമ ശീലിച്ചുകൊണ്ട് അള്ളാഹു നൽകിയതിൽ പരിപൂർണ സന്തോഷവാനായിക്കൊണ്ട് അങ്ങേ ജീവിക്കുക. അത് തന്നെയാണ് അങ്ങേക്ക് ഏറ്റവും ഖൈറായത്. ശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വലസൗഫ യുഅതീക റബ്ബുക ഫതർള. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങേക്ക് ഒരുപാട് നിഅമത്തുകൾ ശേഷം നൽകും. ഫതർള, അങ്ങേക്ക് തൃപ്തിയാകുന്നത് വരെ അള്ളാഹു സുബ്ഹാനഹു വ തആല റഹ്മത്തിനെ ഇറക്കിക്കൊണ്ടേയിരിക്കും, നിഅമത്തുകൾ നൽകിക്കൊണ്ടേയിരിക്കും, ഖൈറായ കാര്യങ്ങൾ അള്ളാഹു ചെയ്തുകൊണ്ടേയിരിക്കും, അങ്ങ് തൃപ്തിപ്പെടുന്നത് വരെ, അങ്ങയുടെ ജീവിതത്തിൽ അങ്ങ് പരിപൂർണ തൃപ്തനായിരിക്കുന്നത് വരെ. അപ്പൊ നമുക്ക് ചോദിക്കാനുണ്ടാകും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുപാട് പ്രയാസപ്പെട്ടിട്ടില്ലേ, ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ചിട്ടില്ലേ? ഈ കഷ്ടപ്പാടുകൾ അടങ്ങിയ ജീവിതമായിരുന്നു ആദരവായ നബി തങ്ങൾക്ക് ഏറ്റവും സുഖകരമായത്. ആദരവായ ഹബീബിന് ഏറ്റവും തൃപ്തിയുള്ളതും ആ ജീവിതമായിരുന്നു. അത് തന്നെയാണ് ഹബീബിന് വേണ്ടിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുത്തത്. അതിനുശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അലം യജിദ്ക യതീമൻ ഫആവ. അതിനുശേഷം വരുന്ന 3 ആയത്തുകളിലായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകപ്പെട്ടിട്ടുള്ള 3 ഖൈറായ കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്, 3 നിഅമത്തുകളെ കുറിച്ചാണ് പറയുന്നത്. അതിൽ ആദ്യത്തേത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റെടുത്തു. നബിക്ക് നുബുവത്ത് നൽകപ്പെടുന്നതിന് മുമ്പ് അള്ളാഹു സുബ്ഹാനഹു വ തആല നബിയെ ഏറ്റെടുത്തു. നബിയുടെ കാര്യങ്ങൾ ഈ ലോകർ ഏറ്റെടുത്തു. നബി തങ്ങൾക്ക് ഒരു പ്രയാസവും വന്നിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആമിന ബീവി റളിയല്ലാഹു അൻഹയുടെ വയറ്റിലായിരിക്കുന്ന സമയത്ത് തന്നെ, ഗർഭം ചുമന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതാവ് നഷ്ടപ്പെടുന്നു. ശേഷം നബി ജനിച്ചതിന് ശേഷം മാതാവിനെയും നഷ്ടപ്പെടുന്നു. അതിനുശേഷം അബ്ദുൽ മുത്തലിബിന്റെ ശിക്ഷണത്തിൽ ഒരു പ്രയാസവും കൂടാതെ, മുശ്രിക്കീങ്ങളുടെ ഒരു വാക്കിനും വക നൽകാതെ പൊന്നുപോലെ, പിതാവിനെ പോലെ അബ്ദുൽ മുത്തലിബ് എന്നവർ വളർത്തി. ശേഷം അബൂ ത്വാലിബും വളർത്തി. അങ്ങനെ അവരുടെ വഫാത്തിന് ശേഷവും ഖദീജ ബീവി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സന്തുഷ്ടവാനാക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഏറ്റവും സുഖകരമായ ജീവിതം സമ്മാനിച്ച്, അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എല്ലാവരും നഷ്ടപ്പെട്ട സമയത്ത് മദീനക്കാരായ ആളുകൾ നബിയുടെ അടുത്തേക്ക് വന്നുകൊണ്ട് നബിയെ അവർ കൊണ്ടുപോകുന്നു. അവർ നബിയുടെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നു. അപ്പോ ഈ ലോകർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഏറ്റെടുത്തു എന്നുള്ളതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നബിക്ക് നൽകിയ ആദ്യത്തെ ആ നിഅമത്ത്. അതാണ് നമ്മളും മനസ്സിലാക്കേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരാളെ ഏറ്റെടുത്തു കഴിഞ്ഞാൽ പിന്നെ ഈ മാലോകർ മുഴുവൻ അവനെ ഏറ്റെടുക്കുമെന്നുള്ളതാണ്. അലം യജിദ്ക യതീമൻ ഫആവ. നബിയെ, അങ്ങേ നാം യതീമായിക്കൊണ്ടാണ് നാം എത്തിച്ചത്. ഫആവ, അപ്പോ നാം അങ്ങേക്ക് സംരക്ഷണം ഏർപ്പെടുത്തി. ആ സംരക്ഷണത്തിന്റെ രൂപമായിരുന്നു ഇത്. എന്നാൽ ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറ്റൊരാളോട് പോയിട്ട് എന്നെ നോക്കണമെന്നോ അല്ലെങ്കിൽ എന്നെ സംരക്ഷിക്കണമെന്നോ ചോദിക്കേണ്ടി വന്നിട്ടില്ല. എല്ലാം ഇങ്ങോട്ട് വന്നുകൊണ്ടായിരുന്നു. ഖദീജ ബീവി ഇങ്ങോട്ട് വന്നുകൊണ്ടായിരുന്നു. അബ്ദുൽ മുത്തലിബും അബൂ ത്വാലിബും എല്ലാവരും ഇങ്ങോട്ട് വന്നുകൊണ്ടായിരുന്നു നബിയുടെ സംരക്ഷണം ഏറ്റെടുത്തിരുന്നത്. മദീനക്കാരും അതുപോലെ തന്നെയായിരുന്നു. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വവജദക ളാല്ലൻ ഫഹദ. ഇവിടെ ളാല്ലൻ എന്നുള്ളത്, വവജദക ളാല്ലൻ, അങ്ങയെ വഴി പിഴച്ചവനായിട്ടാണ് എത്തിച്ചത്. വഴി പിഴക്കുക എന്നുള്ള ളാല്ലൻ എന്നുള്ള പദത്തിന്റെ അർത്ഥം വഴി പിഴക്കുക എന്ന് നമ്മൾ വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. ഒരു യാത്രസംഘം പുറപ്പെടുമ്പോൾ അവർക്ക് വഴി അറിയാതെ പോയി കഴിഞ്ഞാൽ അതും വല്ല എന്ന് തന്നെയാണ് പറയുക. അവയുടെ പാത ഏതാണെന്ന് അറിയാതിരിക്കുക. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നുബുവത്ത് നൽകപ്പെടുന്നതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മനസ്സിൽ ആശങ്കയുണ്ടായിരുന്നു. ഈ ബിംബാരാധനകളിൽ നിന്നും ഏറ്റവും ഖൈറായ മതം ഏതാണ്, ഞാൻ തിരഞ്ഞെടുക്കേണ്ട പാത ഏതാണ് എന്നുള്ള ആശങ്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇരിക്കുന്ന സമയത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിറാ ഗുഹയിൽ പോയിക്കൊണ്ട് ഏകാന്തവാസം ജീവിക്കുന്ന സമയത്ത്, ഏകാന്തവാസം കഴിച്ചു കൂട്ടുന്ന സമയത്ത്, അഥവാ ഏതാണ് ശരിയായ പാത എന്ന് തിരിച്ചറിയാൻ കഴിയാതെ ഏകാന്തവാസത്തിനായി പോയിരിക്കുന്ന ആശങ്കയിലായിരിക്കുന്ന സമയത്താണ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പരിശുദ്ധ ഖുർആനുമായിട്ട് നുബുവത്തുമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമീപിക്കുന്നത്. അപ്പോ വവജദക ളാല്ലൻ, അങ്ങേ വഴി അറിയാത്തവനായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എത്തിച്ചു. ഫഹദ,
അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ പാതയിലേക്ക് സൽപാന്താവിലേക്ക് അങ്ങയെ വഴി നടത്തി. ആ സൽപാന്താവായിരുന്നു നുബുവത്തും പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം. അപ്പോ ഇതിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകിയിട്ടുള്ള രണ്ടാമത്തെ നിഅമത്താണ്, അഥവാ നുബുവത്ത് എന്നുള്ള നിഅമത്ത്. ആ നുബുവത്തിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അഷ്റഫുൽ ഖൽഖായി അള്ളാഹു സുബ്ഹാനഹു വ തആല മാറ്റുന്നു. അതിനുശേഷം അടുത്ത ആയത്തിൽ പറയുന്നു വവജദക ആയിലൻ ഫഅഗ്ന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, നബിയെ, അങ്ങയെ ഒന്നുമില്ലാത്തവനായിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല എത്തിച്ചത്. ഫഅഗ്ന, അങ്ങയെ നാം ഗനിയാക്കി, അഥവാ സമ്പത്തുടയവനാക്കി. ഇവിടെ അഗ്ന എന്ന് പറഞ്ഞാൽ ഐശ്വര്യവാൻ എന്നാണ് അർത്ഥം. ഐശ്വര്യവാൻ അഥവാ ഒരുപാട് സമ്പത്തുള്ളതോ അല്ലെങ്കിൽ ഒരുപാട് കച്ചവടങ്ങളും ബിസിനസ്സും ഒരുപാട് സൗകര്യങ്ങളും ഉള്ളതല്ല യഥാർത്ഥത്തിൽ ഐശ്വര്യവും സമ്പത്തും എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറയുന്നു, ലൈസൽ ഗിന ഗിനൽ അറബ് വലാകിന്നൽ ഗിന ഗിനൻ നഫ്സ്. യഥാർത്ഥത്തിൽ ഐശ്വര്യം എന്നുള്ളത്, ഒരാൾ പരിപൂർണ ഐശ്വര്യവാനാണ് എന്ന് പറയുന്നത് അയാൾക്ക് ഒരുപാട് ചരക്കുകളോ അല്ലെങ്കിൽ ഒരുപാട് കച്ചവട സാധനങ്ങളോ ഒരുപാട് സമ്പത്തോ ഉള്ളതല്ല. യഥാർത്ഥത്തിൽ ഐശ്വര്യവും സമ്പത്തും എന്നുള്ളത് മനസ്സിൽ അവൻക്ക് ഐശ്വര്യവും അവന്റെ മനസ്സ് നന്നാകുമ്പോഴുമാണ് ഒരാൾ യഥാർത്ഥത്തിൽ ഐശ്വര്യവാൻ ആണെന്ന് പറയുന്നത്. ആ ഒരു ഗിന തന്നെയായിരുന്നു അള്ളാഹു സുബ്ഹാനഹു വ തആല ആദരവായ ഹബീബിന് വേണ്ടി തിരഞ്ഞെടുത്തത്. അഥവാ എന്താണോ നൽകപ്പെട്ടത് അതിൽ തൃപ്തനായിക്കൊണ്ട് ജീവിക്കുക. യഥാർത്ഥത്തിൽ ഒരുപാട് സമ്പത്ത് ഒരാൾക്ക് ഉണ്ടായി കഴിഞ്ഞാൽ മനസ്സമാധാനം ഇല്ലെങ്കിൽ ആ സമ്പത്ത് കൊണ്ടൊന്നും ഒരു കാര്യമില്ല എന്നാ. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകപ്പെട്ടത് അവിടെ ഏറ്റവും ഹൈറായതായിരുന്നു. അഥവാ എന്താണോ നൽകപ്പെട്ടിരുന്നത് അതിൽ പരിപൂർണ തൃപ്തനായിക്കൊണ്ട് അള്ളാഹുവിനു വേണ്ടി ജീവിതം കഴിച്ചുകൂട്ടി. അപ്പോ ആ തൃപ്തിയാണ് യഥാർത്ഥത്തിൽ ഗിന എന്നുള്ളത്. അല്ലാതെ ഗിന എന്ന് പറഞ്ഞാൽ ഒരുപാട് സമ്പത്തുള്ളതല്ല. സത്യം പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിരുന്നു. പക്ഷെ നബിയെ അങ്ങേ നാം സമ്പത്തുടയനാക്കട്ടെ എന്ന് പറഞ്ഞപ്പോ നബി പറഞ്ഞത്, അള്ളാഹുവെ, നീ എന്നെ 2 ദിവസം പട്ടിണി കിടത്തുകയും 1 ദിവസം എനിക്ക് വയറ് നിറച്ച് ഭക്ഷണം നൽകുകയും ചെയ്താൽ മതി. അപ്പോ അതിൽ തൃപ്തനായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഏതിലാണോ നാം തൃപ്തനാകുന്നത്, ഒരുപാട് അത്യാഗ്രഹങ്ങളില്ലാതെ ഉള്ളതിൽ തൃപ്തനാകുമ്പോഴാണ് ഒരാൾ യഥാർത്ഥത്തിൽ ഐശ്വര്യവാനാകുന്നത്. അങ്ങനെ ഈ 3 നിഅമത്തുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ശേഷം റസൂലെ, അങ്ങേക്കറിയാം ഒരു യത്തീമായി വളർന്നവനാണ് അങ്ങ്. അപ്പോ അങ്ങേ യത്തീമായി എത്തിച്ചപ്പോ അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങേക്ക് പരിപൂർണ സംരക്ഷണം ഏർപ്പെടുത്തി. അതിനുശേഷം പറയുന്നത് അമ്മൽ യതീമ ഫലാ തഖ്ഹർ, യതീം മക്കളുടെ സമ്പത്തിൽ നിങ്ങൾ ഒരിക്കലും അധികാരം ചെലുത്താൻ പാടില്ല എന്നാണ്. അഥവാ യതീമീങ്ങളുടെ സമ്പത്തിൽ ആരും അധികാരം കൈക്കടത്തൽ വരുത്തുകയോ അവരുടെ സമ്പത്ത് അപഹരിക്കുകയോ അവരുടെ സമ്പത്തിന്റെ മേൽ ആധിപത്യം ചെലുത്തുകയോ ചെയ്യരുത് എന്നാണ്. കാരണം അങ്ങനെ പറയുന്നത് ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യതീമായിട്ടാണ് ജീവിക്കുന്നത്. അപ്പോൾ അതറിയുന്നത് കൊണ്ട് തന്നെ മാനവർക്ക് മുഴുവനായിട്ടുള്ളൊരു ഉപദേശമാണ് അതിലൂടെ പറയുന്നത്. അല്ലാതെ റസൂലുള്ളാഹിക്ക് മാത്രമുള്ള ഉപദേശമല്ല, മാനവർക്ക് മുഴുവനായിട്ടും അള്ളാഹു പറയുകയാണ്, ഫഅമ്മൽ യതീമ, യതീം മക്കളെ, ഫലാ തഖ്ഹർ, അവരെ നിങ്ങൾ ആധിപത്യം ചെലുത്താൻ പാടില്ല, അവരുടെ സമ്പത്തിന്റെ മേൽ അധികാരം ചെലുത്താൻ പാടില്ല. ശേഷം പറയുന്നു വഅമ്മസ്സായില ഫലാ തൻഹർ, അതുപോലെ തന്നെ എന്തെങ്കിലും ആവശ്യമായിട്ട് അങ്ങയുടെ അടുത്തേക്ക് സമീപിക്കുന്ന ആളുകളെ ഒരിക്കലും അങ്ങേ ആട്ടിയോടിക്കാൻ പാടില്ല. അപ്പോ വവജദക ആയിലൻ ഫഅഗ്ന, ഒന്നുമില്ലാത്തവനായി എത്തിച്ചപ്പോ അള്ളാഹു നിങ്ങൾ ഐശ്വര്യവാനാക്കി. അതുപോലെ തന്നെ നിങ്ങളോട് ചോദിച്ചു വരുന്നവരെയും ഒരിക്കലും അങ്ങ് ആട്ടിയോടിക്കാൻ പാടില്ല. യതീം മക്കളുടെ സമ്പത്തിൽ നാം ആധിപത്യം ചുമത്താനും പാടില്ല. ഈ 2 ഉപദേശവും ശേഷം മറ്റൊന്നും കൂടെ പറയുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഫഅമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ്. ഇങ്ങനെയുള്ള എല്ലാ നിഅമത്തുകളും തന്ന അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ നിഅമത്തുകൾ നിങ്ങൾ പറയുക. അഥവാ അഹങ്കാരത്തിന്റെ സ്വരത്തിൽ പറഞ്ഞു നടക്കണമെന്നല്ല, മറ്റുള്ളവർ പാഠം ഉൾക്കൊള്ളുന്ന രൂപത്തിൽ അള്ളാഹുവിന്റെ നിഅമത്തുകൾക്ക് ശുക്ർ ചെയ്യാൻ വേണ്ടിയിട്ട്, അള്ളാഹുവിന്റെ നിഅമത്തിൽ നാം സംതൃപ്തരാകാൻ വേണ്ടിയിട്ട് അള്ളാഹു തന്ന നിഅമത്തിനെ നാം പറയുക, മറ്റുള്ളവരോട് പറയുക, പാഠം ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട്. അഹങ്കാരികളായി പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള നിഅമത്തുകളെല്ലാം നഷ്ടപ്പെടും. അപ്പോൾ നമ്മൾ അള്ളാഹു തന്ന നിഅമത്തിൽ പരിപൂർണ ശുക്രോടുകൂടെ മറ്റുള്ളവരോട് ആ നിഅമത്തിനെ പറയുക. അപ്പോ ഇതാണ് ളുഹാ സൂറത്തിന്റെ അർത്ഥം വരുന്നത്. അപ്പോ ഇതിലുള്ള പ്രധാന ഉപദേശം
യത്തീം മക്കളുടെ സമ്പത്തിൽ നാം ഒരിക്കലും ആധിപത്യം ചുമത്തുകയോ യത്തീം മക്കളുടെ മേൽ അധികാരം ചുമത്തുകയോ ചോദിച്ചു വരുന്നവരെ ആട്ടിയോടിക്കുകയോ ചെയ്യാൻ പാടുള്ളതല്ല. നാം പരിപൂർണ മുഅ്മിനീങ്ങളായിട്ട് ഇതിലെല്ലാം ശ്രദ്ധ കൽപ്പിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകട്ടെ. ഈ ദുഹാ സൂറത്ത് ഓതി കഴിഞ്ഞതിന് ശേഷം അള്ളാഹു അക്ബർ എന്നോ അല്ലെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന് പറയലൊക്കെ സുന്നത്തുള്ള കാര്യമാണ്. റിവായത്തുകളിൽ കാണാൻ സാധിക്കും ഓരോ ആയത്തിന് ശേഷവും അള്ളാഹു അക്ബർ എന്ന് പറയലും പുണ്യമാണ് എന്നുള്ളത്. പിന്നെ ദുഹാ സൂറത്ത് പാരായണം ചെയ്യുന്നതിന്റെ പവിത്രത ഹദീസുകളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഒരാൾ പ്രഭാതത്തിൽ 7 തവണയും പ്രദോഷത്തിൽ 7 തവണയും ദുഹാ സൂറത്ത് ഓതി കഴിഞ്ഞാൽ അവന്റെ വീട്ടിൽ ഫസാദോ മോഷണമോ അല്ലെങ്കിൽ മാരകമായ അസുഖങ്ങളോ ദാരിദ്ര്യമോ അവനെ ഭവിക്കുകയില്ല. പരിപൂർണമായും അള്ളാഹുവിന്റെ സംരക്ഷണത്തിൽ അവൻ ജീവിതം കഴിച്ചുകൂട്ടാൻ സാധിക്കും എന്നുള്ളത് ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ദുഹാ സൂറത്ത് എല്ലാവരും പതിവാക്കാൻ ശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.